തൻ്റെ കരിയറിൻ്റെ 15ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ആസിഫ് അലി. ശ്യാമപ്രസാദ് ഒരുക്കിയ ഋതു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയ ആസിഫ് ഇന്ന് മികച്ച ഒരു നടനായി മാറിക്കഴിഞ്ഞു. തലൈവൻ, ലെവൽ ക്രോസ്, കിഷ്കിന്ധകാണ്ഡം എന്നിങ്ങനെ ഈ വർഷമിറങ്ങിയ ആസിഫ് അലി ചിത്രങ്ങളെല്ലാം ശ്രദ്ധ നേടിയിരുന്നു. ആസിഫ് അലി വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നാണ് പൊതുവെ സിനിമാ മേഖലയിലുള്ള സംസാരം. അതിൻ്റെ ഭാഗമായി കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ആസിഫ് ഒരുപാട് വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മോഹൻലാൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നായിരുന്നു ആസിഫ് അലി നേരിട്ട ആദ്യ വിമർശനം. എന്നാൽ മോഹൻലാൽ വിളിച്ചതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന ആ സംഭവത്തിന് ശേഷം തൻ്റെ ആ പഴയ സുഹൃത്തുക്കളെയെല്ലാം തിരിച്ചു കിട്ടിയെന്നും ആസിഫ് അലി പറയുന്നു. ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഫോൺ എടുക്കാറുള്ളൂ. എൻ്റെ റൂൾ അതാണ്. ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. അതിനർത്ഥം ഞാൻ തിരക്കിൽ ആയിരിക്കും എന്നല്ല. ഞാൻ മെൻ്റലി അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് ആ സമയത്ത്. എൻ്റെ ഫോൺ അങ്ങനെയാണ്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ ഉള്ളതാണ് എൻ്റെ ഫോൺ. എന്നെക്കുറിച്ച് ആദ്യം വിവാദം ഉണ്ടായത് അങ്ങനെയാണ്. ലാൽ സാർ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നത് ആദ്യത്തെ വിവാദം. അതിലൂടെ എൻ്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടി. കാരണം അവരൊക്കെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാത്തതിൻ്റെ ഒരു പിണക്കം അവർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വിവാദം വന്നത്. മോഹൻലാൽ വിളിച്ചിട്ട് ആസിഫ് അലി ഫോൺ എടുത്തില്ല എന്ന്. അപ്പോൾ അവരെല്ലാം എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, നീ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തില്ലല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല.